സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ഒരു ലേഡി ബസ്സിനകത്തുനിന്ന് ഫോൺ പൊക്കി പിടിച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവം, അവരുടെ ഫ്രണ്ടിൽ നിന്നൊരു ലേഡിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം എന്ന് പറഞ്ഞ് ഒരാളെ ഫേസ് അടക്കം റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു എന്ന് ഉദ്ദേശിച്ചത് അയാൾ അറിയാതെ ചെയ്തു എന്നുള്ളതാ. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? അപ്പൊ എഴുതിയപ്പോ തന്നെ നിങ്ങൾക്കത് പാളിയല്ലേ അവിടെ? ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ഇറങ്ങി ഓടുന്നതോ ഇവർ ചോദിക്കുന്നതോ ഒന്നും വീഡിയോനകത്തില്ല. ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. അല്ല, മനസ്സിലായില്ല. സൈക്കോളജിക്കൽ ഇഷ്യൂ ആർക്കാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ? അറിയാതെ അയാളൊന്ന് കൈതട്ടും, വേണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങിയേക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് നിന്നിട്ട് തിരിഞ്ഞു നിന്നു നേരെ, അതായത് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് നിങ്ങൾ ഇങ്ങോട്ട് നിന്നു. അതെന്തിനായിരുന്നു? ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഈ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ റിമൂവ് ചെയ്ത് എന്നിട്ട് അവരുടെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് അയാളെ വീണ്ടും മോശക്കാരനാക്കി കാണിച്ചു. അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഉൾപ്പെടെ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. വ്യക്തി ഇന്നില്ല. അപ്പൊ ന്യൂസിലടക്കം വന്നു ഈ വ്യക്തി ഇന്നില്ല, ഈ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന്റെ വോയിസ് ഞാൻ ഇവിടെ വെച്ചുതരാം നിങ്ങൾക്ക്. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവും മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ. എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. ഒരു കുട്ടിയുണ്ട്, ഒരു സെയിൽസ് പേഴ്സൺ ആണ്, ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാഗാണ് കയ്യിലുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതേ ഉള്ളൂ, പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല, അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മുപ്പരടുത്തൊന്നും വരൂല. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ, ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷെ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്നൊരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആ ആളില്ല, അയാളെ കുടുംബത്തിനും അയാൾക്കും നഷ്ടം. ഇനി എന്ത് എക്സ്പ്ലനേഷൻ ചേച്ചി? 30 എന്തിടാൻ പറ്റും? ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ.